ചിലർ യേശുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പിതാവിന് പ്രാധാന്യമില്ല, അല്ലേ? യേശു നാമക്കാരും ഒക്കെ ഉണ്ട്, അല്ലേ? അവർ പറയുന്നത് യേശുവാണ് ഏറ്റവും വലിയ ആള്. യഹോവ സാക്ഷികൾ പറയുന്നത് യഹോവയാണ് ഏറ്റവും വലിയ ആള്. പിന്നെ ഇപ്പം വന്ന് ചിലർക്ക് ഹോളി സ്പിരിറ്റ് ആണ്, ബാക്കി എല്ലാം പോയി. പിതാവും കാര്യമല്ല, പുത്രനും കാര്യമല്ല, എല്ലാം ഹോളി സ്പിരിറ്റ് ആണ്. ദെയർ ഈസ് ഓൺലി വൺ ഗാഡ്. ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, അതായത് മനുഷ്യന് ദൈവം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിലൂടെയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ യേശു ഈസ് ഗാഡ്, അത് സ്നാനപ്പെട്ടപ്പോഴല്ല യേശു ദൈവമായത്. ഇപ്പൊ ഒരാൾ പറയുന്നത് എന്താ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് യേശു ദൈവമായെന്ന്. അതുവരെ ഒരു സാധാരണക്കാരനായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഉപദേശമാണ്. നമ്മുടെ കോട്ടയത്തും എറണാകുളത്തും എല്ലാം ഉള്ള വലിയൊരു ഉപദേശമാണ്. എന്തുവാ? No, Jesus was an ordinary man. When he was risen from the dead, he became Christ. അതുവരെ ആരല്ലായിരുന്നു? ക്രിസ്തു അല്ലായിരുന്നു. ഇത് വാസ്തവത്തിൽ ഇറ്റ് ഈസ് ബ്ലാസ്ഫമി. അല്ലാതെ എന്താ പറയുന്നത്? അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയേ പറ്റൂ. അതിന് യാതൊരു സംശയമില്ല. അത് നമ്മളുടെ ഇടയിൽ, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് കയറി പറയുന്നൊരു കാര്യമാണ്. ഇവ ഇങ്ങനെയുള്ള, ഒന്നാമത്തെ കാര്യം, വേദപുസ്തകമോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ ദൈവികതയെക്കുറിച്ചോ ബോധ്യമില്ലാത്ത ആളുകളാണ് ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ പുതിയത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുറകെ പോകുന്നുള്ളൊരു ചിന്ത നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്കുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പറയാം. അതിന് വേദപുസ്തകമുള്ള കാര്യങ്ങളൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലാത്ത കാര്യങ്ങൾ നീഡ് ടു ബി വെരി കെയർഫുൾ. വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ ഇത്രയും കാലമായിട്ട് എൻ്റെ കൂടെ നടന്നില്ല, ഈ 3.5 വർഷം, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ല, ഈ 3.5 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് നീ അറിയുന്നില്ലേ എന്താ ഞാൻ തന്നെയാണ് പിതാവ് എന്നുള്ളത്? നീ അറിയുന്നില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. ഇത് ആരാ പറയുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശു അല്ല പറയുന്നത്, ഇല്ലേ? ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഉപദേശം എന്താണ്? പുതിയ ഉപദേശം എന്താണ്? യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവായി. ഇവിടെ കാണുന്ന എന്താണ്? വെൻ ഹി വാസ് ലിവിംഗ് ഇൻ ദിസ് വേൾഡ്, അവൻ ഉയർക്കുന്നതിന് മുമ്പ്, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്, എന്തും ആയിക്കോട്ടെ, വെൻ ഹി വാസ് ലിവിംഗ് ഇൻ ദിസ് പ്ലാനറ്റ് എർത്ത്, ഹി വാസ് സെയിം വിത്ത് ഗാഡ്. അവൻ ദൈവമായിരുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഈ ഉപദേശത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. God wanted to do something and what happens? അവൻ ഇറങ്ങി വന്നിട്ട് ഭൂമിയിൽ വസിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? യേശു എന്താണ്? ദൈവം വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, അല്ലെ? വസിച്ചു, കൂടാരമടിച്ചു. ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് യേശു കർത്താവ്. അല്ലാതെ യേശുവിലേക്ക് ദൈവം ഇറങ്ങി വരികയല്ല. അതങ്ങനെ ചിന്തിക്കരുത്. അതായത് യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ചില ആളുകൾ പഠിപ്പിക്കുന്നത് സ്നാനത്തിന്റെ സമയത്ത് പ്രാവ് രൂപത്തിൽ ദൈവം ഇറങ്ങി വന്നു. അതിനു മുമ്പ് യേശു ഹി വാസ് ആൻ ഓർഡിനറി മാൻ. ഇതൊക്കെ വാസ്തവത്തിൽ വളരെ അടിസ്ഥാനപരമായി നമ്മൾ തള്ളിക്കളയേണ്ടതായ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ എതിർത്ത് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇത് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ പലരും പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സംഘങ്ങളാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ളതും കൊണ്ടുകൂടെയാണ്. ഓക്കെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നോക്കുക, ഈ മിസ്റ്ററി, ജീസസ് ഫാദർ മിസ്റ്ററി, അത് മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആ മിസ്റ്ററിയും നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവ് എങ്ങനെ അവനിലൂടെ ഇടപെട്ടു എന്നുള്ള ഒരു കാര്യം, അതായത് യേശുവിന്റെ കംപ്ലീറ്റ് സോഴ്സും കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് അവിടെ നമ്മൾ കാണുന്ന, ആകെ യേശുവോട് പുത്രൻ പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ സംസാരിക്കുന്നു എന്നും അറിയും. അവിടെ പറയുന്ന കാര്യം ഞാൻ തന്നെ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ തന്നെ അവൻ എന്നും. 12-ാം അധ്യായത്തിന്റെ 49-ാം വാക്യത്തിൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. നോക്കുക, എപ്പോഴും സോഴ്സ് എന്തായിരുന്നു? ആ സോഴ്സ് കംപ്ലീറ്റ് ദൈവത്തിൽ നിന്നായിരുന്നു. അപ്പോൾ യേശുവിന്റെ ഫിസിക്കൽ പ്രസൻസ്, അതിന്റെ സീക്രട്ട് ആരായിരുന്നു?
ദൈവമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ പ്രസൻസ് ഇപ്പൊ എന്താകാൻ പോകുകയാണ്? ഇല്ലാതെയാകാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. കർത്താവ് പറയാണ്, ഞാൻ എങ്ങോട്ട് പോവുകയാണ്? 14 അധ്യായം തുടങ്ങുമ്പോൾ തൊട്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അതാ അവരെ ആകെപ്പാടെ വിഷമിപ്പിച്ചത്. അതായത് 3.5 വർഷം യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രയാസവും അവർക്ക് മനസ്സിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറയാണ്, ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോകുകയാണ്? ഞാൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുകയാണ്. ഞാൻ മടങ്ങിപ്പോകുന്നത് കൊണ്ട് അപ്പോഴത്തേക്ക് അവരാകപ്പാടെ വരണ്ടുപോയി. അയ്യോ, നീ എങ്ങോട്ടാ പോകുന്നത്? നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നീ ഉണ്ടായിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ നീ ഇവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ജീവിക്കും? അവരാകപ്പാടെ വിഷമിച്ചു പോയി, ഇല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞു, അത് എന്റെ ഫിസിക്കൽ പ്രസൻസ് തന്നെ വാസ്തവത്തിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഞാൻ ചെയ്തതെല്ലാം ആര് ചെയ്തതാണ്? പിതാവ് ചെയ്തതാണ്. എന്റെ ഫിസിക്കൽ പ്രസൻസ് എന്താണ്? ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ദൈവം എന്റെ ഫിസിക്കൽ പ്രസൻസിലൂടെ ദൈവം ഇടപെട്ടു, നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ എന്റെ പ്രവൃത്തികളെല്ലാം ആരുടെ പ്രവൃത്തിയായിരുന്നു? പിതാവിന്റെ പ്രവൃത്തിയായിരുന്നു. അപ്പോൾ എന്റെ ഫിസിക്കൽ പ്രസൻസ് എന്നിൽ നിന്ന് വേറിട്ട്, അതായത് നിങ്ങളുടെ കാഴ്ചയിൽ കാണുന്ന എന്നിൽ നിന്ന് വേറിട്ട്, അതിന്റെ പിന്നിലെ സോഴ്സ് ദൈവമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ സോഴ്സ് ദൈവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ ഫിസിക്കൽ ആബ്സെൻസും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല എന്നാ പറയുന്നത്. എന്റെ ഫിസിക്കൽ ആബ്സെൻസ് ഓൾസോ വിൽ മേക്ക് എനി ഡിഫറൻസ്. യേശുവിലൂടെ പിതാവാണ് പ്രവർത്തിച്ചതെങ്കിൽ പിന്നെ യേശുവിന്റെ ശരീര ജീവിതം പിതാവിന്റെ പ്രവൃത്തി തുടരുന്നതിനൊരു തടസ്സമാകണമെന്നില്ല. ഗോഡ് ക്യാൻ വർക്ക്. യേശുവിന്റെ ശരീരം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ആരാ പ്രവർത്തിച്ചതാരാണ്? ഇറ്റ് ഈസ് ഗോഡ്. 33.5 വയസ്സ് വരെ ദൈവം ഭൂമിയിൽ ജീവിച്ചപ്പോൾ മാത്രമാണോ ദൈവം പ്രവർത്തിച്ചത്? അല്ല, ദൈവം അനാദികാലം മുതൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രവൃത്തി യേശു പോയാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തുടർന്നുകൊണ്ടിരിക്കും. കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. എന്നാൽ അത് വെളിപ്പെടേണ്ടതിന് ദൈവം ഒരു 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ചെന്നുള്ളതേ ഉള്ളൂ. അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. വെളിപ്പെടുത്തപ്പെടുമ്പോഴും അല്ലാത്തപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നല്ലോ. അവിടെയാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അവൻ അതിലും വലിയതും ചെയ്യും. അതൊരു വലിയൊരു വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും സംശയമുണ്ട്. ആളുകളൊക്കെ ചിലപ്പം എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? കർത്താവ് ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തി നമ്മളെന്താ ചെയ്യുന്നത്? കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുകയല്ലേ ചെയ്തില്ലേ? പിന്നെ അതിനേക്കാളും കൂടിയ പ്രവൃത്തി നമ്മളെന്താണ് ചെയ്യുന്നത്? ഇല്ലേ? അതൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നതിനെന്നറിയാമോ? കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും കണ്ണ് കാണാൻ വയ്യാത്തവന് കാഴ്ച കൊടുത്തതൊക്കെയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ഒരു ബലഹീനതയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. കർത്താവ് പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യുന്നുള്ളത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? യേശു പറഞ്ഞത്, പിതാവ് എന്നിൽ ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ അനുവദിച്ചതുപോലെ ഞാൻ നിങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പിതാവിന്റെ പ്രവൃത്തി അവൻ ഭൂമിയിൽ ചെയ്തു. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഞാൻ നിങ്ങളിൽ വസിക്കാൻ പോകുകയാണ്. ത്രൂ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നിങ്ങളിൽ വസിക്കുവാൻ പോകുകയാണ്. അങ്ങനെ വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിൽ വിശ്വസിക്കുന്നവന് എന്ന് പറയുമ്പോൾ എന്നിൽ ആശ്രയിക്കുന്നവന്, വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഭൂമിയിൽ ജനിച്ചെന്ന് വിശ്വസിക്കുന്നവനോ മരിച്ചെന്ന് വിശ്വസിക്കുന്നവനോ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽന്ന് വിശ്വസിക്കുന്നവനോ എന്നുള്ള അർത്ഥത്തിലല്ല അവിടുത്തെ അർത്ഥം. എന്താണ്? എനിക്ക് വേണ്ടി ഈൽഡ് ചെയ്യുന്നവൻ. അതാണ് ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് യേശു എന്താ പറഞ്ഞത്? പിതാവിന് വേണ്ടി ഞാൻ ഈൽഡ് ചെയ്തു. ഈൽഡ് ചെയ്തെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? കീഴടങ്ങി, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു. കറക്റ്റ്. ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് എന്ത് ചെയ്യണമെങ്കിലും യേശു എന്ത് ചെയ്തു? അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നതുപോലെ. അതാണ് വാസ്തവത്തിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും നമ്മൾ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഫെയ്ത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്താണ്? ഐ എം ട്രസ്റ്റിംഗ് ഇൻ ഹിം. ആശ്രയിക്കുകയോ അല്ലെങ്കിൽ ഐ എം ഗിവിംഗ് കംപ്ലീറ്റ്ലി. ഞാൻ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഇല്ലേ? ഞാനിപ്പോൾ എൻ്റെ ATM കാർഡ് ആരുടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്പരും കൂടെ പറഞ്ഞു കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് വിശ്വാസം.
ശരിക്കും പറഞ്ഞാൽ അതാ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഹിം, ടേക്ക്, എന്നാ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നീ എടുത്തു, നമ്പരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാണ്. അപ്പൊ എന്താണ്, ഞാനത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അവൻ എന്താ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ എന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അവന് പിന്നെ എന്താ വേണം ചെയ്യാം. ഞാൻ പിന്നെ ബാങ്കിന്റെ എന്താ ഒരാളുടെ കയ്യിൽ ഞാൻ ATM കാർഡ് കൊടുത്തിട്ട് ഞാൻ പുറകെ പോകുന്നുണ്ടോ? ഇല്ല. പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, അയാളെ വിശ്വസിച്ചിട്ടുമില്ല. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് എന്നെ എന്ത് ചെയ്യുക, അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ATM കാർഡ് ഒരാളെ കൊടുത്തിട്ട് നീ എന്തുകൊണ്ട് ചെയ്തെന്ന് പറയുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യാണ്, എന്നെ ഒരു ATM കാർഡായിട്ട് എന്നെ സങ്കല്പിച്ചാൽ ഞാൻ അങ്ങ് ദൈവത്തിന് കൊടുക്കുകയാണ്. പിന്നെ ദൈവത്തിന് അതിനകത്തുനിന്ന് പണം വിഡ്രോ ചെയ്യോ, എനിത്തിങ് ഹി ക്യാൻ ഡു, എനിത്തിങ് യു ഡു എനിത്തിങ് യു വോണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് യേശു എന്ത് ചെയ്തു, പിതാവിന് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ പിതാവിന്റെ പ്രവൃത്തി ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ പ്രവൃത്തി ചെയ്യും. അതാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ താഴത്തില് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും എന്താണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും, ഗ്രേറ്റർ വർക്ക്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? യേശു സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ അവന്റെ പ്രവൃത്തി അതോടുകൂടെ അവസാനിക്കുകയല്ല, സ്വർഗത്തിൽ അവനൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, നേരത്തെ പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി. അപ്പൊ അവർ അത്ര പേരുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്യുന്നതെന്നറിയാം, ഇപ്പൊ സംഭവിക്കുന്നത് യേശു സ്വർഗത്തിൽ പോയി നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, പക്ഷപാതം ചെയ്യാണ്. സോ യേശുവും പ്രവർത്തിക്കുകയാണ്. ഓക്കെ, പിതാവ് സ്വർഗത്തിലുണ്ട്, യേശു സ്വർഗത്തിലുണ്ട്, പരിശുദ്ധ ആത്മാവിനെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ ആത്മാവ് ഇവിടെ ഉണ്ട്, നമ്മൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ 2 പേര് കൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഇപ്പൊ എത്ര പേരാ ചെയ്യുന്നത്? 4 പേര് ചെയ്യുകയാണ്. അപ്പൊ ഈ 4 പേര് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് സംഭവിക്കുന്നത്, നേരത്തെ യേശു തനിയെ ഇവിടെ ഭൂമി ജീവിച്ചപ്പോൾ ചെയ്തതിന്റെ പ്രവൃത്തികളെ ഇരട്ടി പ്രവൃത്തി നടക്കുമല്ലോ, നാച്ചുറലി നടക്കണമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും. ഇത് വാസ്തവത്തിൽ ദൈവം എന്തിനു വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത്? യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കലേക്ക് തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അതാണ് ആത്യന്തികമായി യേശു ഭൂമിയിലേക്ക് വരാനുള്ള കാര്യം. എന്ത്? മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്ന വലിയ വിടവ് നികത്താനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നകന്നു കിടക്കുന്നതായ ഒരു ജനതയെ ദൈവത്തിങ്കിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ദൈവം യേശുവിനെ ഫലമേൽപ്പിച്ചത്. അതാണ് യേശുവിന്റെ പ്രവൃത്തി, അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളും ചെയ്യുന്ന കാര്യം എന്താണ്? ശരിക്കും നമ്മൾ സെയിം പ്രവൃത്തിയാണ് ചെയ്യുന്നത്. യേശു 3.5 വർഷം കൊണ്ട് എത്ര ആളുകളെ നേടിയോ അതിൽ കൂടുതൽ ആളുകളെ പെന്തക്കോസ്ത് ദിവസത്തിൽ ഒരു ദിവസം കൊണ്ട് പത്രോസ് നേടിയിട്ടുണ്ട്. 3.5 കൊല്ലം കൊണ്ട് യേശു എത്ര പേരെ അവന്റെ ശിഷ്യന്മാരാക്കിയോ അതിൽ കൂടുതൽ ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് പത്രോസ് നേടി. എങ്ങനെ നേടി? പത്രോസിന്റെ ശക്തി കൊണ്ടല്ല. പത്രോസ് ഒരു ATM കാർഡ് പോലെ കർത്താവിനോട് പറഞ്ഞു, നീ എന്ത് വേണം ചെയ്തു. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനും കൊണ്ടാ നിന്റെ കൂടെ. അപ്പൊ പരിശുദ്ധാത്മാവും പത്രോസും യേശുവും പിതാവും എല്ലാരും കൂടി എന്ത് ചെയ്തു? ഒരു വലിയൊരു കൊയ്ത്ത്. അപ്പൊ എന്താ സംഭവിച്ചത്? യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പത്രോസ് ചെയ്ത ആ ഒരൊറ്റ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയാലേ ആര് വരത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരോടുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. നോക്ക്, ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് വിത്ത് us, he is our partner, and Jesus is in the presence of the Lord. The heavenly Father is there, Jesus is there, he is interceding. ഈ പ്രവൃത്തികൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഗ്രേറ്റർ വർക്ക്സ്, വലിയ പ്രവൃത്തി. ഈ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അത്ഭുതങ്ങളൊന്നുമല്ല. ഈ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഹ്യൂമൻ വേയിലാണ് ആളുകൾ യേശുവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യേശു ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തേ വരത്തുള്ളൂ? അത്ഭുതങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ അതാണോ ഞാൻ ചോദിച്ചോട്ടെ, ഈ അത്ഭുതങ്ങളെല്ലാം പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ചെയ്തിട്ടില്ലേ? പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ലേ? പറ, ഉണ്ടല്ലോ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച് രോഗികൾക്ക് സൗഖ്യമായിട്ടില്ലേ? കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ടില്ലേ? യേശു ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും ആരും ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു ചെയ്ത ഈ പ്രവൃത്തി ആരും ചെയ്തിട്ടില്ല. എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ മനുഷ്യവർഗത്തെ ആരിലേക്ക് അടുപ്പിച്ചിട്ടില്ല? ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിട്ടില്ല.
അവരോട് ഉപദേശിച്ചിട്ടുണ്ടായിരിക്കും, പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആ ദൈവിക പ്രവൃത്തി ആരാ ചെയ്തത്? യേശുവാണ് ചെയ്തത്. അതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. അല്ലാതെ എന്താണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികളോ അല്ല. അത് നടക്കുമായിരിക്കും, അത് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന അത്രയും വലിയ അത്ഭുതമല്ല കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാപി മനസ്സാന്തരപ്പെടുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കുഷ്ഠരോഗി സൗഖ്യമാകുന്നത്, ക്യാൻസർ സൗഖ്യമാകുന്നതോ എയ്ഡ്സ് സൗഖ്യമാകുന്നതോ അല്ല. അതൊക്കെ നോർമൽ തിങ്. പക്ഷേ ഒരു പാപി സൗഖ്യമാകുന്നതാണ് ശരിയായിട്ടുള്ള പ്രവൃത്തി.